ഉത്തരാഖണ്ഡിൽ കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രശസ്തമായ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസമിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. കനത്ത മഴ തുടരുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരും കേന്ദ്ര ഏജൻസികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ രംഗത്തുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായതോടെ പലയിടത്തും ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് മലനിരകളിൽ വ്യാപകമായ മണ്ണിടിച്ചിലുണ്ടായി. തീർത്ഥാടകരുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദരിനാഥ് എന്നിവിടങ്ങളിലേക്കുള്ള ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെയും നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഉത്തരാഖണ്ഡിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. SDRF-ഉം NDRF-ഉം വിവിധയിടങ്ങളിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മറുവശത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അസമിൽ പ്രളയക്കെടുതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ബ്രഹ്മപുത്ര നദിയിലും പോഷക നദികളിലും ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയരുകയാണ്. നിരവധി ജില്ലകളിൽ വെള്ളത്തിനടിയിലാവുകയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ദുരിതത്തിലാകുകയും ചെയ്തു. പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാൻ അസം സർക്കാരും ജില്ലാ ഭരണകൂടവും വിപുലമായ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പൂർണ്ണ പിന്തുണയോടെ ദുരിതാശ്വാസ സാമഗ്രികളും വൈദ്യസഹായവും അടിയന്തരമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജനം, ഡൽഹി.